ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദം ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൽ ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ട് എന്നുള്ളത് ആദ്യം തന്നെ മനസ്സിലാക്കുക. 2025 ഈ സ്വർണ്ണപ്പാളി അഥവാ ഈ ചെമ്പുപാളി എന്ന് ദേവസ്വം ബോർഡിൻ്റെ മഹസറിൽ കാണുന്ന പാളിയിൽ സ്വർണം പൊതിയാൻ കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പരാതിയോ പരിഭവമോ ഇപ്പോഴില്ല. അത് ആദ്യം മനസ്സിലാക്കണം. ഇപ്പോൾ ഈ വിവാദങ്ങളെല്ലാം നടക്കുന്നത് 2019 ഈ ചെമ്പുപാളി കടത്തിയതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. 2025 എങ്ങനെയാണ് ഈ ചെമ്പുപാളി കൊണ്ടുപോയത്? 2025 കൃത്യമായ മാനുവൽ പ്രകാരമാണ് ഈ ചെമ്പുപാളികൾ ഇവിടെ നിന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലല്ല കൊടുത്തുവിട്ടിരിക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനു മുൻപ് തന്നെ ഈ സ്പോൺസർമാരെക്കുറിച്ച് ചില സംശയങ്ങൾ ദേവസ്വം ബോർഡിന് ഉണ്ടായിരുന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഭാഗമായി ദേവസ്വം ബോർഡ് തന്നെ സ്പോൺസർമാരെ കോർഡിനേറ്റ് ചെയ്യാൻ ദേവസ്വം ബോർഡിൻ്റെ ചുമതലയിലുള്ളൊരു PRO ഏൽപ്പിച്ചു എന്നതാണ്. കാരണം അവിടെ സുനിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല ശബരിമലയിൽ പ്രത്യേക അവതാരമായിട്ടുണ്ടായിരുന്ന സ്പോൺസർ കോർഡിനേറ്റർമാർ എന്ന് പറയുന്നത്. സ്പോൺസർ കോർഡിനേറ്റർ എന്ന് പറയുന്ന ഒരു അനൗദ്യോഗികമായ സംവിധാനം തന്നെ ശബരിമലയിൽ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ചില അംഗങ്ങളുടെ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലും അവിടുത്തെ ചില പ്രമുഖരായ ആളുകളുടെ പൂർണ്ണമായിട്ടുള്ള ആശീർവാദത്തിലുമാണ് ഈ അനൗദ്യോഗിക സ്പോൺസർ കോർഡിനേറ്റർമാർ ശബരിമലയിൽ ഉണ്ടായിരുന്നത്. ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ ഗൂഢസംഘം എന്ന് പറയുന്നത് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ബോർഡ് മെമ്പർമാരും, അത് ഏതെങ്കിലും ഒരു ഭരണകക്ഷി ഭരിക്കുമ്പോൾ മാത്രമല്ല, അത് UDFൻ്റെയും LDFൻ്റെയും കാലത്തുള്ള ദേവസ്വം ബോർഡിലെ അംഗങ്ങളുമായി വളരെ അടുത്ത് ബന്ധം പുലർത്തുന്ന ചില സ്പോൺസർ കോർഡിനേറ്റർമാരുണ്ടായിരുന്നു. ആ സ്പോൺസർ കോർഡിനേറ്റർമാർ ഈ ദേവസ്വം ബോർഡ് അംഗങ്ങളെ, ദേവസ്വം ബോർഡ് ഭാരവാഹികളെ, ഈ ശബരിമല സന്നിധാനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ ഓരോ വർഷവും മണ്ഡലകാലം കഴിയുമ്പോൾ പ്രത്യേക കാലങ്ങളിൽ അവർ വിദേശത്തേക്ക് യാത്ര കൊണ്ടുപോകാറുണ്ടായിരുന്നു എന്നുള്ളൊരു വിവരം പറഞ്ഞു കേട്ടിട്ടുണ്ട്. അന്വേഷിക്കപ്പെടേണ്ടതാണ്. ഇതെല്ലാം ദേവസ്വം വിജിലൻസിൻ്റെ ഭാഗമായി അന്വേഷിക്കപ്പെടേണ്ട കാര്യമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ അങ്ങനെ സംശയം തോന്നിയ ദേവസ്വം ബോർഡ് 2025 ഈ സ്പോൺസർ കോർഡിനേറ്റർമാരുടെ തട്ടിപ്പുകൾ നിയന്ത്രിക്കാൻ വേണ്ടിയാണ് സ്പോൺസർ കോർഡിനേറ്റർ എന്ന തസ്തിക അവിടെ ഔദ്യോഗികമായി തന്നെ ഒരു PROയെ ഏൽപ്പിക്കുന്നത്. അങ്ങനെ വരുന്ന സാഹചര്യത്തിലാണ് ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ക്ഷണമില്ലായിരുന്നു എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ ഈ സർക്കാരിനോ അതല്ലെങ്കിൽ ദേവസ്വം ബോർഡിനോ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് ക്ഷണിക്കണമെന്ന് താല്പര്യമുണ്ടായിരുന്നെങ്കിൽ, അല്ലെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ ദേവസ്വം ബോർഡിൽ എന്തെങ്കിലും തരത്തിലുള്ള സ്വാധീനം ഉണ്ടായിരുന്നുവെങ്കിൽ ആഗോള അയ്യപ്പ സംഗമത്തിൽ ക്ഷണിക്കുമല്ലോ. കാര്യം അത് സ്പോൺസർമാരുടെ കൂടി സംഗമമല്ലേ. തിരുവിതാംകൂറിലെ ശ്രീകോവിലിലെ നടയടക്കം, ശ്രീകോവിലിലെ പാളിയടക്കം, ശ്രീകോവിലിലെ ദ്വാരപാലക ശില്പത്തിൻ്റെ പാളിയടക്കം സ്വർണം പൂശുന്നതിന് സ്പോൺസർ ചെയ്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എന്തുകൊണ്ടാണ് ആഗോള അയ്യപ്പ സംഗമത്തിൽ നിന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മാറ്റി നിർത്തിയത്? അതിൻ്റെ കാരണം ഈ സ്പോൺസറെ കുറിച്ച് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ക്ഷണിക്കുന്നത് സ്വാഭാവികമാണ്. ഈ വിവാദം ഉണ്ടാകുന്ന സമയത്ത് തന്നെ ക്ഷണിക്കാൻ സാധ്യതയില്ലെന്ന് കൂടി മനസ്സിലാക്കിയിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നമുക്കടക്കം വന്ന് തെളിയതിരുന്നത്. അവിടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ കുരുക്കാനുള്ള ഒരു വാദം മുന്നോട്ട് വയ്ക്കുന്നത്. തൻ്റെ വീട്ടിൽ പീഠമിരിക്കെ ആ പീഠം കാണാനില്ല എന്ന് പറഞ്ഞ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെയും ആഗോള അയ്യപ്പ സംഗമത്തെയും വിഷമവൃത്തത്തിലാക്കാൻ ശ്രമിച്ചു ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി. ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒരു കാരണവശാലും 2025 ദേവസ്വം ബോർഡ് വിശ്വസിച്ചിരുന്നില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. PS പ്രശാന്ത് അടക്കമുള്ളവർ. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ ഈ ചെമ്പുപാളികൾ ചെന്നൈയിലേക്ക് കൊടുത്തുവിടുമ്പോൾ കൃത്യമായ മാനുവൽ അനുസരിച്ചാണ് ആ നടപടിക്രമങ്ങൾ നടത്തിയത്. അതിലൊരു വീഴ്ച സംഭവിച്ചു. അതിൽ സ്പെഷ്യൽ കമ്മീഷണറുടെ അടുത്ത് അനുവാദം ചോദിച്ചില്ല. അത് പിന്നീട് ഹൈക്കോടതിയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരു മാപ്പായിട്ട് നൽകുകയും ചെയ്യുന്നുണ്ട്. അന്ന് സന്നിധാനത്തേക്ക് ഈ ചെമ്പുപാളികൾ മഹസർ തയ്യാറാക്കി സെപ്റ്റംബർ മാസം കൊണ്ടുപോയപ്പോൾ തിരുവിതാംകൂറിൻ്റെ ദേവസ്വം ബോർഡിൽ ശബരിമലയിലെ തിരുവാഭരണത്തിൻ്റെ ചുമതലയുള്ള കമ്മീഷണർ ഉണ്ടായിരുന്നു. കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മഹസർ എഴുതുന്ന സമയത്ത് അവരുടെ ഒപ്പുണ്ടായിരുന്നു. ശബരിമലയിലെ AO എന്ന് പറഞ്ഞാൽ ശബരിമല സന്നിധാനത്തിൻ്റെ ഒരു മാനേജർ എന്ന് തന്നെ പറയാം. ശബരിമലയിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ, അഡ്മിനിസ്ട്രേറ്റീവ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ദേവസ്വം സ്മിത്ത്. ആ ദേവസ്വം സ്മിത്തിൻ്റെ സാന്നിധ്യത്തിലാണ് വിജിലൻസ് പോലീസിൻ്റെ സബ് ഇൻസ്പെക്ടർ, ദേവസ്വം വിജിലൻസിലെ 2 പോലീസ് ഉദ്യോഗസ്ഥർ, 2 ദേവസ്വം ഗാർഡുമാർ, ഇതുകൂടാതെ സ്പോൺസറുടെ പ്രതിനിധി. ഇത്രയും പേര് സന്നിധാനത്തു നിന്നും ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് ഈ 14 പാളികളിൽ 12 പാളികൾ ശബരിമലയിലെ സന്നിധാനത്തു നിന്നും ഇറക്കി 2025 സെപ്റ്റംബറിൽ അത് ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നതും സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോകുന്നതും. സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ അഡ്വക്കേറ്റ് തന്നെ നമ്മളോട് പറയുന്നുണ്ട്, ഈ ഉദ്യോഗസ്ഥന്മാർ ചെന്നൈയിൽ ക്യാമ്പ് ചെയ്താണ്
ഈ പാളികളിൽ സ്വർണം പൂശുന്നത്, ഇലക്ട്രോപ്ലേറ്റിങ്ങിന് സാന്നിധ്യം വഹിച്ചത്, അന്ന് ഇളക്കിക്കൊണ്ടുപോയ 12 പാളികളുടെ തൂക്കം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എത്രയാണ് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്? 282 ഗ്രാമാണ് ആ 12 പാളികളിൽ ഉണ്ടായിരുന്നത്. 14 പാളികളിൽ 397. 2 പാളികൾ കൊണ്ടുപോയില്ല, 12 പാളികൾ കൊണ്ടുപോയി. ആ 12 പാളികൾ അവിടെ കൊണ്ടുപോയി പരിശോധിക്കുമ്പോൾ അവിടെ 10 ഗ്രാമിൻ്റെ കുറവ് കണ്ടെത്തുകയും 10 ഗ്രാം അഡീഷണലായിട്ട് ചേർക്കുകയും ചെയ്യുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിടാൻ എന്തുകൊണ്ടാണ് ദേവസ്വം ബോർഡ് തീരുമാനിക്കാതിരുന്നത്? ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഏതെങ്കിലും തരത്തിൽ, ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന് ഏതെങ്കിലും തരത്തിൽ ആ സ്വാധീനമോ ഏതെങ്കിലും തരത്തിൽ ബന്ധമോ ഉണ്ടായിരുന്നെങ്കിൽ 2019 ചെയ്തതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിടുമായിരുന്നില്ലേ? കൊടുത്തുവിട്ടിട്ടില്ലല്ലോ. മാനുവൽ അനുസരിച്ച് ഇത്രയും ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ഈ ഉദ്യോഗസ്ഥന്മാരുടെ ഒപ്പമാണ് ഈ ദേവസ്വം ബോർഡിൻ്റെ പ്രതിനിധികൾ ചെന്നൈയിലെ കമ്പനിയിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ ഉദ്യോഗസ്ഥർ താമസിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിട്ടിട്ടില്ല. ഇത്തവണ പോയപ്പോൾ ഒരിടത്തും തിരിച്ചു കൊണ്ടുപോകാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പറ്റിയിട്ടില്ല. പൂർണ്ണമായിട്ടും ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ഈ ചെമ്പുപാളിയിൽ സ്വർണം പൂശുന്നത് 10 ഗ്രാം അധികം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അതിനകത്ത് ആകെ സംഭവിച്ച നടപടിക്രമത്തിൽ ഒരേ ഒരു വീഴ്ച ഈ ഇവിടുത്തെ കമ്മീഷണറെ അറിയിക്കാതെ പോയി. അത് പിന്നീട് കോടതിയിൽ ദേവസ്വം ബോർഡ് പറയുകയും ചെയ്തു, കോടതി അംഗീകരിക്കുകയും ചെയ്തു. അതിനെ തുടർന്നാണ് എത്രയും പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരാൻ കോടതി ഉത്തരവിടുന്നതും. അങ്ങനെ പൂശി ഉദ്യോഗസ്ഥർ തന്നെയാണ് കൊണ്ടുവരുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശമല്ല കൊടുത്തയച്ചത്. ഞാൻ അതാണ് പറഞ്ഞത്, ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. എന്തുകൊണ്ട്? അപ്പോൾ കൃത്യമായ മാനുവൽ അനുസരിച്ച് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ മഹസർ തയ്യാറാക്കി ചെന്നൈയിലേക്ക് ഈ ചെമ്പുപാളികൾ കൊണ്ടുപോവുകയും കൃത്യമായി തൂക്കം രേഖപ്പെടുത്തി ആ 10 ഗ്രാമിനുള്ള കുറവ് 10 ഗ്രാം തന്നെ കൂടുതൽ ചേർത്ത് ഇപ്പോൾ 292 ഗ്രാം 12 പാളികളിൽ 292 ഗ്രാം ആക്കി തിരിച്ച് ആ ചെമ്പുപാളി സ്വർണം പൂശിയ ചെമ്പുപാളികൾ ആ ദ്വാരപാലക ശില്പപാളികൾ സന്നിധാനത്തിൽ തിരിച്ചെത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ 397 ഗ്രാം ആയിരുന്ന ദ്വാരപാലക ശില്പപാളികളുടെ സ്വർണത്തിൻ്റെ അളവ് 407 ഗ്രാമാണ്. 10 ഗ്രാം കൂടുതലുണ്ട്. ഈ വസ്തുത നമ്മൾ മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകണം. അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ടാണ് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രാജിവെക്കണം എന്ന ആവശ്യം ഉയരുന്നത്? എന്താണ് അതിൻ്റെ രാഷ്ട്രീയ സാങ്കത്യം? മാനുവൽ അനുസരിച്ച് കൊണ്ടുപോയതുണ്ടോ? ഉണ്ണികൃഷ്ണൻ പോറ്റി ആഗോള സംഗമത്തിൽ വിളിക്കാഞ്ഞതോ? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിടാഞ്ഞതാണോ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ നിയന്ത്രിച്ച് നിർത്തുന്ന സർക്കാരിൻ്റെ ഭാഗമായ ദേവസ്വം മന്ത്രിയും ചെയ്ത കുറ്റം? അപ്പോൾ 2025 ഏതെങ്കിലും തരത്തിലുള്ള ഒരു പിഴവുണ്ടെങ്കിൽ അത് കമ്മീഷണറെ അറിയിക്കാതെ പോയി എന്നത് മാത്രമാണ്. അതൊരു സാങ്കേതികമായ നടപടിക്രമത്തിലെ വീഴ്ചയാണ്. അതിനുള്ള മറുപടി കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ വ്യക്തമായി നമ്മൾ തിരിച്ചറിയണം. ഇനി രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യമായി സന്നിധാനത്ത് എത്തുന്നത് എപ്പോഴാണ്, ഏത് കാലയളവിലാണ് എന്നത് ഓർമ്മിക്കണം. 2003-2004 എൻ്റെ ഓർമ്മ. ഇന്ന് നമ്മളുടെ നന്ദൻ എന്ന് പറയുന്ന ഒരു ശില്പി നമ്മളോട് പറയുന്നുണ്ട്. അദ്ദേഹമാണ് ഈ ശ്രീകോവിലിൻ്റെ വാതിൽ നിർമ്മിച്ചു കൊടുത്തത്. അദ്ദേഹം പറയുന്നുണ്ട്, മേൽശാന്തി പറഞ്ഞിട്ടാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി വിളിക്കുന്നത്. മേൽശാന്തിയാണ് പറയുന്നത് ശ്രീകോവിലിനൊരു ഡോറ് വേണം എന്ന് പറയുന്നത്. ആ ഡോറ് നിർമ്മിക്കാൻ താങ്കൾക്ക് താല്പര്യമുണ്ടോ എന്നറിയിക്കുന്നത്. എന്നിട്ട് ഈ മേൽശാന്തി പറഞ്ഞത് അനുസരിച്ചാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വിളിക്കുന്നത്. മേൽശാന്തിയുമായി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എന്താണ് ബന്ധം? കീഴ്ശാന്തി ജീവനക്കാരനായി 2003-2004 ഘട്ടങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തുമ്പോൾ ഓർമ്മിക്കണം, ആ പീരീഡിൻ്റെ പ്രത്യേകത, ആ സമയത്താണ് ബാംഗ്ലൂരുവിലെ ശ്രീരാംപൂർ ക്ഷേത്രത്തിൽ നിന്ന് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പുറത്താക്കുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് സ്വഭാവത്തിലെ ചില പ്രശ്നങ്ങൾ കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ബാംഗ്ലൂരിലെ ശ്രീരാംപൂർ ക്ഷേത്രത്തിൽ നിന്ന് പുറത്താക്കിയ ഉണ്ണികൃഷ്ണൻ പോറ്റി അന്ന് UDF സർക്കാരിൻ്റെ കാലത്ത് 2003-2004 പീരീഡിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, അന്ന് ശബരിമലയിലെത്തി കീഴ്ശാന്തിയുടെ പരികർമ്മിയായിട്ട് മാറുന്നു. എങ്ങനെയാണത് സാധ്യമാവുക? അതിനുശേഷം കാലാകാലങ്ങളിലായിട്ട് വന്ന പല ബോർഡ് അംഗങ്ങളുമായും തിരുവിതാംകൂർ LDFിൻ്റെയും UDFിൻ്റെയും ബോർഡ് അംഗങ്ങളുമായും അദ്ദേഹത്തിന് കൂട്ടുകെട്ടുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് വ്യക്തമാവുന്നത്. ഇതൊരാൾ മാത്രമല്ലെന്നേ. ശബരിമലയിൽ ഇങ്ങനെയുള്ള കുറേ അവതാരങ്ങൾ LDFിൻ്റെയും UDFിൻ്റെയും സർക്കാരുകൾ വരുമ്പോൾ മാറി മാറി വരുന്ന ദേവസ്വം ബോർഡ് അംഗങ്ങളുമായും പ്രസിഡന്റുമാരുമായിട്ടുമൊക്കെ ചങ്ങാത്തം സ്ഥാപിച്ച് വിവിധ സംസ്ഥാനങ്ങളിലെ വ്യവസായികളായിരിക്കുന്ന സ്പോൺസർമാരുടെ സംഭാവനകൾ അവിടെ സ്വീകരിക്കുകയും അതുമായി ബന്ധപ്പെട്ട് അവർക്ക് പ്രതിഫലങ്ങളൊക്കെ നൽകാറുണ്ട് എന്നുള്ളത്, പാരിതോഷികങ്ങൾ നൽകാറുണ്ട് എന്നുള്ളത് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിലൊന്നാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച വിദേശയാത്ര. അവിടെ ഒരു സ്പോൺസർ കോർഡിനേറ്റർ ഉണ്ടായിരുന്നു, റിജികുമാർ എന്നായിരുന്നു അയാളുടെ പേര്. എന്തായിരുന്നു അയാളുടെ അവിടുത്തെ ഉത്തരവാദിത്വം? ആ റിജികുമാറിന് ആരുമായിട്ടായിരുന്നു ബന്ധമുണ്ടായിരുന്നത്? അന്വേഷിക്കപ്പെടേണ്ടതല്ലേ? വിദേശയാത്രകൾ നടത്തിയിരുന്നില്ലേ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ? ഒരു സുനിൽ സ്വാമി എന്ന് പറയുന്ന മറ്റൊരു സ്പോൺസർ ഉണ്ടായിരുന്നല്ലോ. അയാളെ 401 നമ്പർ റൂമിൽ നിന്ന് ഹൈക്കോടതി ഇറക്കി വിട്ടില്ലേ? ഒരു 10 വർഷമായി അവിടുത്തെ ഒരു സ്പോൺസറുടെ പിൽഗ്രിം സെൻറ്ററിലെ 401 നമ്പർ മുറി ഉപയോഗിച്ചു കൊണ്ടിരുന്ന ആളാണ് ഈ സുനിൽ സ്വാമി. ആ സുനിൽ സ്വാമിയെ ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് അവിടെ നിന്ന് ഇറക്കി വിട്ടില്ലേ? കാലാകാലങ്ങളിലായിട്ട് അവിടെ ഉണ്ടായിരുന്ന LDFിൻ്റെയും UDFിൻ്റെയും ഈ ദേവസ്വം ബോർഡിലെ പ്രതിനിധികൾ ഈ സുനിൽ സ്വാമിയെ അറിയാമായിരുന്നില്ലേ? ഈ റിജികുമാറിനെ അറിയാമായിരുന്നില്ലേ?
ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയാമായിരുന്നില്ലേ? അപ്പോൾ ഇതെല്ലാം എല്ലാ പാർട്ടികളും അധികാരത്തിലെത്തുമ്പോൾ LDF ആണെങ്കിലും UDF ആണെങ്കിലും ഇത് അവിടെ സംഭവിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് പോലെയുള്ള ഒരു ഗൂഢസംഘം ഈ ദേവസ്വം ബോർഡിലെ അംഗങ്ങളുടെ ഇടയിൽ അവിടെ സ്പോൺസർമാർക്കിടയിൽ പ്രവർത്തിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അവർക്ക് വേണ്ടി പ്രത്യേക താല്പര്യമെടുത്ത് പ്രത്യേക ദർശനമൊരുക്കുക, പടിപൂജയ്ക്കുള്ള സൗകര്യമൊരുക്കുക, അഷ്ടപൂജയ്ക്കുള്ള സൗകര്യമൊരുക്കുക, വിശേഷാവസരങ്ങളിൽ മറ്റു പൂജകൾക്കുള്ള അവസരമൊരുക്കുക, ഇങ്ങനെ ഒരുപാട് സ്വാധീനം ചെയ്തിട്ടുണ്ട്. ഇത് പാവം ഭക്തന്മാരുടെ, സമ്പന്നരായിട്ടുള്ള ഭക്തന്മാരുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്ത് ജീവിക്കാൻ കഴിയും എന്ന് കണ്ടെത്തിയത് കൊണ്ടാണ് ഇവരങ്ങനെ ചെയ്തത് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഒരു കാര്യം കൂടി ഞാൻ പ്രേക്ഷകരോട് പറയാം. ഈ മഹസറിൽ, ഇന്ന് റിപ്പോർട്ടർ പുറത്തുവിട്ടിരിക്കുന്ന മഹസറിൽ ഗുരുതരമായ കാര്യങ്ങളുണ്ട്. ഈ സ്വർണം പാളിയതാണോ വിജയമല്യ സ്വർണം പാകിയിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യമായി പോയിരുന്നത്. എത്ര അസംബന്ധമായ ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. 1999 വിജയമല്യ ഈ ചെമ്പെന്ന് പറയുന്ന ഈ ദ്വാരപാലക ശില്പപാളിയിൽ സ്വർണം പൂശിയിട്ടുണ്ട് എന്നുള്ളത് പൊതുമരാമത്തിൻ്റെ ഫയലിലുണ്ട്. പൊതുമരാമത്ത് ഫയലിൽ അത് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് പക്ഷേ ദേവസ്വത്തിന്റെ ഫയലുകളിൽ കാണാനില്ല എന്നാണ് പറയുന്നത്. ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. ഹൈക്കോടതിയും പറയുന്നത് ക്ലാഡ് ചെയ്താണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്, ദേവസ്വം ഫയലിലല്ല, പൊതുമരാമത്ത് ഫയലിൽ അത് സ്വർണം പൂശിയതാണ്, സ്വർണം പാകിയതാണ്, ക്ലാഡ് ചെയ്തതാണെന്ന് വ്യക്തമായിട്ടുണ്ട്. അത് തന്നെ കോടതി തന്നെ അത് ഉദ്ധരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, 99 ക്ലാഡ് ചെയ്ത സ്വർണം എവിടെ പോയി? അതെങ്ങനെയാണ് ഈ മഹസറിൽ ചെമ്പുപാളിയായി മാറിയത്? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഈ മഹസർ തയ്യാറാക്കുമ്പോൾ അവിടെ കാണേണ്ട തിരുവിതാംകൂറിലെ ദേവസ്വം കമ്മീഷണർ ആ സ്ഥലത്തുണ്ടായിരുന്നില്ല എന്നതാണ്. 2019 കമ്മീഷണർ ഇല്ല, ദേവസ്വം സ്മിത്ത് ഇല്ല. സ്വർണം പാകിയ ഒരു പാളി അഴിച്ചെടുക്കുമ്പോൾ ദേവസ്വം സ്മിത്ത് ഇല്ലാതെ എങ്ങനെയാണ് സാധിക്കുക? കോവിഡിന് ശേഷം യുവതീ പ്രവേശന വിഷയം, കോവിഡ്, പ്രളയം, ഈ 3 കാര്യങ്ങളാൽ ആകെ സംഘർഷഭരിതമായിരിക്കുന്ന സാഹചര്യമാണ് അവരിതിന് തിരഞ്ഞെടുത്തെന്ന് ആലോചിക്കണം. എന്തിനാണ് ഈ പീരീഡ് തിരഞ്ഞെടുത്തത്? 1999 ഇത് പൂശുമ്പോൾ അതിനുശേഷം 20 വർഷം കൊണ്ട് അതിൻ്റെ പ്രഭ മങ്ങി എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ദൃശ്യങ്ങളിൽ പ്രഭയോടുകൂടി നിൽക്കുന്ന ദ്വാരപാലക ശില്പങ്ങളെയാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ തിരഞ്ഞെടുത്ത സമയം പോലും പ്രേക്ഷകർ ശ്രദ്ധിക്കണം. അതിന് തൊട്ടുമുമ്പ് ഒരു കാര്യം സംഭവിച്ചു. ഈ ശ്രീകോവിലിൻ്റെ വാതിൽ, ആ വാതിലിന് കുഴപ്പമുണ്ട് എന്നവർ കണ്ടെത്തി. അതിൻ്റെ ഭാഗമായി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആ വാതിൽ നിർമ്മിച്ച് നൽകുന്നുണ്ട്. ആ വാതിലാണ് ജയറാമിൻ്റെ ഒപ്പം പൂജിക്കുന്നത്. ആ വാതിൽ പൂജിക്കുന്ന സമയത്തും ആ ദൃശ്യങ്ങളാണ് റിപ്പോർട്ടർ പുറത്തുവിട്ടത്. ആ വാതിലാണ് ആന്ധ്രാപ്രദേശിലും ബാംഗ്ലൂരുവിലും കൊണ്ടുപോയി പൂജിച്ചത്. അതാണ് കോട്ടയത്ത് കൊണ്ടുപോയി പൂജിച്ചത്. അത് പൂജിച്ച് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോഴേക്കും 2019 ജൂലൈ മാസമാകുമ്പോൾ ഇതാ ദ്വാരപാലക ശില്പത്തിലും പ്രഭ മങ്ങിയിട്ടില്ലേ എന്ന് സംശയമുണ്ടാവുകയാണ്. കോവിഡിൻ്റെ കാലത്ത്, പ്രളയമുണ്ടാവുന്ന സമയത്ത്, യുവതീ പ്രവേശനം നിൽക്കുന്ന സമയത്ത് എന്തുകൊണ്ട് ഈ സമയം തിരഞ്ഞെടുത്തു? ആ സമയം തിരഞ്ഞെടുക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധ അങ്ങോട്ട് പോവില്ല. ആ സമയത്ത് ഭക്തരുടെ വരവ് കുറവാണ്. അവിടെ ഭക്തരില്ല, അവിടെ ഭക്തർ വരുന്നത് കുറവാണ്. ഇത് മണ്ഡലകാലമല്ല. ജൂലൈ 19, 20, 2019 മാസപൂജയ്ക്ക് ആളും എത്തിയിട്ടില്ല. അവിടെയാണ് ഹൈ കമ്മീഷണറുടെ അസാന്നിധ്യത്തിൽ, ഈ ദേവസ്വം തിരുവാഭരണം കമ്മീഷണറുടെ അസാന്നിധ്യത്തിൽ ദേവസ്വം സ്മിത്ത് അവിടെ ഉണ്ടായിരിക്കണം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ മഹസർ ചെമ്പുപാളികൾ എന്ന് എഴുതിയിരിക്കുന്നത്. പൊതുമരാമത്ത് ഫയലിൽ സ്വർണ്ണപ്പാളികൾ എന്ന് കാണുക, മഹസർ എഴുതുമ്പോൾ അത് ചെമ്പുപാളിയായിട്ട് മാറുക. ഒടുവിൽ ആ ചെമ്പുപാളികളുടെ ആനുകൂല്യം ഇപ്പോൾ ആർക്ക് കിട്ടി? ദേവസ്വം വിജിലൻസിന് മുന്നിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എടുത്ത് ചോദിച്ചു, താങ്കൾ കൊണ്ടുപോയത് സ്വർണ്ണമാണോ ചെമ്പാണോ? ദേവസ്വത്തിൻ്റെ മഹസർ എടുത്ത് കാണിച്ചു. ഇതിലെന്താ പറഞ്ഞിരിക്കുന്നത്? ചെമ്പുപാളി. അപ്പോൾ പിന്നെ എനിക്ക് കിട്ടിയത് സ്വർണ്ണപ്പാളിയാണെന്ന് ഞാൻ പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. അവിടെയാണ് അയാളെ ഇൻസുലേറ്റ് ചെയ്തത്. ഇതറിയാമായിരുന്നു. ഇത് ഭാവിയിൽ ചോദ്യം ചെയ്യലിന് വിധേയമായാൽ പോലും ഇത് ചെമ്പുപാളിയാണെന്ന് എഴുതണമായിരുന്നു ചില ഉദ്യോഗസ്ഥർക്ക്. ഞാൻ മനസ്സിലാക്കുന്നത് അന്ന് തിരുവിതാംകൂറിൻ്റെ ദേവസ്വം ബോർഡിൻ്റെ മിനിറ്റ്സിൻ്റെ ചില ഭാഗങ്ങൾ എനിക്ക് കിട്ടി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മിനിറ്റ്സിൽ ഈ പത്മകുമാർ അടക്കമുള്ളവർ പറഞ്ഞിരിക്കുന്നത് ശാസ്ത്രവിധി പ്രകാരം കമ്മീഷണറുടെ ഉത്തരവോടുകൂടി ഇത് പാളികൾ സ്വർണം പൂശാനായിട്ട് സ്പോൺസറെ ഏൽപ്പിക്കണമെന്നാണ്. പക്ഷേ ഇത് സെക്രട്ടറിയുടെ കൈവശം എത്തുമ്പോഴേക്കും അത് മാറി. ഉണ്ണികൃഷ്ണൻ പോറ്റി ഏൽപ്പിക്കണമെന്നത് മാത്രമായി. ശാസ്ത്രവിധിയില്ല, മറ്റ് മാനുവൽ പാലിക്കണമെന്നില്ല. ഇത്തരം കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് പോയി. എങ്ങനെയാണ് ഇതില്ലാതായത്? ആരുടെ താല്പര്യമായിരുന്നു അത്? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് മിനിറ്റ്സിനെ അട്ടിമറിച്ച ഉദ്യോഗസ്ഥർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലുണ്ടോ? അവരുടെ താല്പര്യം എന്തായിരുന്നു? സ്വർണ്ണപ്പാളിയെ ചെമ്പുപാളിയാക്കി മാറ്റിയ ആ കൗശലവും ഗൂഢനീക്കവും ആരുടെ ഭാഗത്ത് ആരെ സഹായിക്കാൻ വേണ്ടിയായിരുന്നു? ഒരു മോഹവിലയ്ക്ക് വേണ്ടി സംശയിക്കുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഏറ്റവും പ്രധാന ക്ഷേത്രമായ ശബരിമലയിലെ ശ്രീകോവിലിൻ്റെ ദ്വാരപാലക ശില്പപാളികൾ ഒരു മോഹവിലയ്ക്ക്, സ്വർണ്ണമൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം. സ്വർണ്ണം ആകെ നഷ്ടപ്പെട്ടത് 50 പവനേ ഉള്ളൂ. ഞാൻ പറയാം 50 പവൻ്റെ കണക്ക്. ആകെ 800 ഗ്രാമേ പൂശിയിട്ടുള്ളൂ എന്നുള്ളതാണ് NJR ജുവലറി ഉടമ പറയുന്നത്. 800 ഗ്രാം.
അങ്ങനെ തന്നെയാണ് പൊതുമരാമത്ത് ഫയലിലും രേഖപ്പെടുത്തിയിട്ടുണ്ടാവാൻ സാധ്യത. ആ 800 ഗ്രാമിൽ 407 ഗ്രാം ഇപ്പോൾ അവിടെയുണ്ട്. ആ ബാക്കിയുള്ളത് ഏകദേശം 400 ഗ്രാമാണ്. നോക്കിക്കഴിഞ്ഞാൽ 50 പവൻ വരും. ആ 50 പവൻ്റെ മൂല്യമല്ല പ്രശ്നം. ആ 50 പവനേക്കാൾ ആ ദേവസ്വം ബോർഡിൻ്റെ അല്ലെങ്കിൽ ശബരിമലയിലെ അയ്യപ്പൻ്റെ ശ്രീകോവിലിലുള്ള ദ്വാരപാലക ശില്പത്തിൻ്റെ വിശ്വാസപരമായിട്ടുള്ള മൂല്യം ഈ സ്വർണത്തിൻ്റെ മൂല്യത്തേക്കാൾ 10 മടങ്ങ് വലുതാണ്. അപ്പോൾ ഇനി അറിയേണ്ടത് സംശയങ്ങളാണ്. ഈ പോറ്റി ഈ ദ്വാരപാലക ശില്പപാളി ഇളക്കി പൂശാൻ വേണ്ടിയിട്ട് ചെന്നൈയിലേക്ക് കൊണ്ടുപോവുകയും അത് പൂശാൻ ഈ അവസ്ഥയിൽ കഴിയില്ലെന്ന് ബോധ്യമാവുകയും ചെയ്തപ്പോൾ മറ്റാർക്കെങ്കിലും അത് മറിച്ചു കൊടുത്തിട്ടുണ്ടോ, എന്നിട്ട് പകരം അതേ മോൾഡിൽ പുതിയ ചെമ്പുപാളി പ്ലേസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അത് ഏതോ ഒരു വ്യവസായിയുടെ വീട്ടിൽ, ഏതോ ഒരു സമ്പന്നൻ്റെ വീട്ടിൽ ആ പാളി ഇരിപ്പുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഭയക്കുന്നത്. ബാക്കി കാര്യങ്ങൾ ഇനി പുറത്തു വരേണ്ടതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ടവരാരെല്ലാം, അതുമായി ആർക്കൊക്കെയാണ് താല്പര്യം, അതിൻ്റെ വാണിജ്യ താല്പര്യങ്ങൾ, ഇതെല്ലാം ഇനി പുറത്തു വരേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആവർത്തിക്കുന്നു, ഈ കാര്യത്തിൽ ഒരു CBI അന്വേഷണം വേണമെങ്കിൽ CBI അന്വേഷണത്തിന് സർക്കാർ തയ്യാറാവണം എന്നതാണ് എൻ്റെ ടേക്ക്. അന്വേഷണം പൂർത്തിയാകുമ്പോൾ ഇതിലെ സ്വർണം തെളിയും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. Meet the editors.